ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് റേഹു. ട്രിം ട്രിം നിർത്താതെയുള്ള ഫോൺ റിംഗ് കേട്ടുകൊണ്ടാണ് ശാലിനി അടുക്കളയിൽ നിന്ന് ഓടി വന്നത്. ആരാ ഇപ്പൊ രാവിലെ തന്നെ? അവൾ ചിന്തിച്ച് ഫോൺ എടുത്തു. രഘുവേട്ടൻ, അല്ലാതിപ്പോ എന്നെ വിളിക്കാൻ ആരാ ഉള്ളെ? അവൾ ഉടുത്ത നൈറ്റിയിൽ കൈ തുടച്ച് ഫോൺ എടുത്തു. ചുറ്റുപാടും ഒന്ന് നോക്കി വാതിലടച്ച് പതിഞ്ഞ ശബ്ദത്തിൽ, ഹലോ. ഹലോ ശാലിനി, എന്താ രഘുവേട്ടാ? ഡി, നമ്മുടെ സ്വപ്നം പൂവണിയാൻ പോകുന്നു. എന്തേ, ലീവ് കിട്ടിയോ? ആ കിട്ടി. എപ്പോഴാ? അടുത്ത മാസം. ആണോ? ആടി പെണ്ണെ, എന്നെ കാണാൻ വരുമോ? അതെന്ത് ചോദ്യം ആടി പെണ്ണെ? ഈ വരവിന് നിന്നെ കാണുക എന്നതല്ലേ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഉറപ്പാണല്ലോ? അതേടി. കഴിഞ്ഞ തവണ വന്നപ്പോൾ പല കാരണങ്ങൾ പറഞ്ഞ് ഒന്ന് കാണാതെ ലീവ് തീർത്ത് മടങ്ങിപ്പോയി. അത് പിന്നെ ഓരോ പ്രശ്നങ്ങൾ, തിരക്കുകൾ, ഇതൊക്കെ എന്നാണാവോ തീരുക? അതൊക്കെ ശരിയാകും. ഇത്തവണ ഞാൻ എന്റെ ശാലിനി കുട്ടിയെ കാണാൻ വരും, ഉറപ്പ്. വന്നാ നിങ്ങൾക്ക് കൊള്ളാം. അതെന്താടി അങ്ങനൊരു ഡയലോഗ്? അത് പിന്നെ ഏത് പിന്നെ? അല്ല, തരാനും വാങ്ങാനും പറഞ്ഞു വെച്ച കുറെ മോഹങ്ങളും സ്വപ്നങ്ങളും ഇല്ലേ? അതൊക്കെ വേണമെങ്കിൽ വന്നേ പറ്റൂ. അങ്ങനെ. ആ, അതിപ്പോ ഫോണിലൂടെയും തരാലോ. ഇല്ല മോനെ, ഇനി നേരിട്ട് മാത്രം. ഓ, ഈ പെണ്ണിന്റെ ഒരു കാര്യം. എന്നാ ഞാൻ പിന്നെ വിളിക്കാം. രഘുവേട്ട, അടുത്ത മാസം ഇവിടെ കാവിൽ ഉത്സവമാണ്. ആണോ? എന്നാ പൊളിച്ചു. വരുവോ ഉത്സവത്തിന്? പിന്നല്ലാതെ. എന്നിട്ട് നമുക്ക് കൈകൾ കോർത്ത് പിടിച്ച് ആ ഉത്സവപ്പറമ്പ് മുഴുവൻ നടക്കണം. പിന്നെ നിനക്കേറെ ഇഷ്ടമുള്ള ചാന്തും കൺമഷിയും കരിവളയും വാങ്ങിത്തരണം. ഓ, എന്നെക്കാൾ ഇഷ്ടം ഏട്ടനല്ലേ? മൂക്കൂത്തി വാങ്ങി തരില്ലേ? പിന്നില്ലാതെ, വെള്ള കുഞ്ഞു കല്ല് പതിച്ച മൂക്കൂത്തി. എന്നിട്ടോ? എന്നിട്ടെന്താ, ഉത്സവം കാണണം. ഉത്സവം കാണാനാണോ വരുന്നത്? അത് അല്ലടി, നിന്നെ കാണാൻ. അങ്ങനെ വഴിക്ക് വാ. എന്നിട്ട് ബാക്കി? ആ, ആ വലിയ ആലിന്റെ മറ പറ്റിയിരുന്നു കുറേ മിണ്ടി പറയണം. നിന്റെ സംസാരം കേട്ട് നിന്റെ മടിയിൽ തല വെച്ച് കിടക്കണം. എന്നിട്ടോ? ആരും കാണില്ലെന്ന് ഉറപ്പുള്ള ആ നിമിഷത്തിൽ നിന്റെ ചുണ്ടിൽ ഒരു ഉമ്മ വെക്കണം. അയ്യടാ, ഇങ്ങോട്ട് വാ ഉമ്മ വെക്കാൻ. എന്തേ, തരില്ലേ? അയ്യേ, ആരെങ്കിലും കണ്ടാൽ പിന്നെ ചത്തു കളഞ്ഞാ മതി. അത്രയ്ക്ക് പേടിയാണോ? അതെ ഏട്ടാ, പേടിയാണ്. ഒന്ന് മിണ്ടാൻ, ഒറ്റയ്ക്ക് നടക്കാൻ, ഒന്ന് ഉള്ളറിഞ്ഞ് ചിരിക്കാൻ, പരിചയമുള്ളവരോട് സംസാരിക്കാൻ എല്ലാം പേടിയാണ്. വിവാഹമോചനം കഴിഞ്ഞിരിക്കുന്ന പെണ്ണ് എല്ലാത്തിനെയും പേടിക്കണം. അത്ര മൂർച്ചയുള്ള നാവുകളും കണ്ണുകളുമാണ് ചുറ്റിലും. ഡി, നീ മൂട് കളയും. ഇല്ല, ഏട്ടൻ പറഞ്ഞോ. ആ, എന്നിട്ടോ ബാക്കി? ബാക്കി ഒന്നുമില്ല. ഞാൻ ഡ്യൂട്ടിക്ക് പോട്ടെ. ഷോ, സമയമായോ? ആ, രാത്രി വിളിക്കോ? വിളിക്കാം. എന്നാ ശരിയടി. എന്തേ? കിട്ടിയില്ല. എന്ത്? അത് ഏത്? ഒരു ഉമ്മ കൊണ്ടാടി പെണ്ണെ. ഇനി ഉമ്മയൊക്കെ ഉത്സവപ്പറമ്പിൽ ആൽമരത്തിന്റെ മറവിൽ വെച്ച് തരാം. അത് അപ്പോഴല്ലേ, ഇപ്പൊ ഒന്ന് കൊണ്ടാടി. ഇല്ല മോനെ. ഓ, എന്നാ വേണ്ട. ഷോ, പിണങ്ങിയോ? ഇല്ല. എന്നാ പിടിച്ചോ ഉമ്മ. അപ്പൊ ശരി. രഘുവേട്ടൻ ഫോൺ കട്ട് ചെയ്തിട്ടും അവൾ ഫോണും പിടിച്ച് അങ്ങനെ നിന്നു, എന്തൊക്കെയോ ഓർത്തെടുക്കുന്നു. രഘു, എന്നോ ഒരിക്കൽ മുഖപുസ്തകം തന്നൊരു സൗഹൃദം. അവൾ നേരെ പോയി അലമാരയിൽ അടുക്കി വെച്ച വസ്ത്രങ്ങൾക്ക് താഴെ ആരും കാണാതെ ഒളിപ്പിച്ചു വെച്ച ഒരു കടലാസ് പൊതി എടുത്തു തുറന്നു. ഒരു പിടി കറുത്ത വളപ്പൊട്ടുകൾ. അവൾ മെല്ലെ തന്റെ മുഖത്തേക്ക് ചേർത്ത് പിടിച്ച ആ വളപ്പൊട്ടുകളിൽ ഉമ്മ വെച്ചു. കുപ്പിവളകൾ ഇഷ്ടപ്പെട്ട ഒരു ബാല്യകാലത്തിൽ നിന്നും കൗമാരത്തിൽ നിന്നും എത്ര പെട്ടെന്നാണ് മറ്റൊരാളുടെ ഭാര്യ പദവിയിലേക്ക് തന്നെ പറിച്ചു നട്ടത്. ദാസേട്ടൻ പെണ്ണു കാണാൻ വന്നപ്പോൾ ശാലിനിയുടെ കൈ നിറയെ കുപ്പിവളകൾ ഉണ്ടായിരുന്നു. ചെക്കന് പെണ്ണിനോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ എന്ന് അമ്മാവൻ ചോദിച്ചപ്പോൾ ആ എന്നും പറഞ്ഞ് ദാസേട്ടൻ എഴുന്നേറ്റു. തൊട്ടടുത്ത മുറിയിൽ കയറി സംസാരം തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞത് കുപ്പിവളകൾ ഇത്ര ഇഷ്ടമാണോ എന്നായിരുന്നു ചോദ്യം. ചിരിച്ചുകൊണ്ട് അവൾ അതെ എന്ന് പറഞ്ഞപ്പോൾ ദാസേട്ടന്റെ മുഖത്ത് പരിഹാസച്ചിരിയായിരുന്നു. ഈ കാലത്ത് ആരാ ഇതൊക്കെ ഇടുക എന്നായി ചോദ്യം. ഒരു സ്വർണവള, അത് മതി, അതാണ് ചന്തം എന്നായി മൂപ്പര്. പിന്നെ കല്യാണത്തിന് ശേഷം കുപ്പിവളകൾ ഇട്ടിട്ടില്ല. കാരാഗ്രഹത്തിലേക്കായിരുന്നു കെട്ടിക്കൊണ്ടുപോയത്. ഒരൊറ്റ വർഷം കൊണ്ട് ജീവിതത്തിന്റെ എല്ലാ മുഖങ്ങളും ജീവിച്ചു തീർത്തു. കെട്ടുതാലി പൊട്ടിച്ചെറിഞ്ഞ് വീട്ടിലേക്ക് പടി കയറുമ്പോൾ ചുറ്റിലും ചോദ്യങ്ങൾ ഒരുപാട് വട്ടം കറങ്ങുന്നുണ്ടെങ്കിലും അമ്മ മാത്രം അവളുടെ വിധി അതായിരിക്കാം, സാരമില്ല മോളെ എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ചു. വർഷങ്ങൾ ഇഴഞ്ഞാണ് നീങ്ങിയത്. വിവാഹമോചനം നേടിയ ഒരാൾ വീട്ടിലിരിക്കുന്നത് കൊണ്ട് വില പറഞ്ഞുറപ്പിച്ചവർക്ക് വിൽപ്പനച്ചരക്കാക്കി അനിയത്തിയെ കെട്ടിക്കുമ്പോഴും ചേട്ടൻ കെട്ടിയ പെണ്ണിന്റെ തലയണ മന്ത്രത്തിൽ മയങ്ങി ചേട്ടത്തിയുടെ വീട്ടിലേക്ക് ചേട്ടൻ പെട്ടിയുമെടുത്ത് ഇറങ്ങുമ്പോഴും അച്ഛൻ ആരോടുന്നില്ലാതെ പിറുപിറുക്കും, വാക്കമ്പുകൾ തുറക്കും, വിധിയെ പഴിക്കും. പിന്നെ നിലനിൽപ്പിന്റെ പോരാട്ടത്തിൽ ചെറിയൊരു ജോലിയുമായി കഴിയുമ്പോഴാണ് മുഖപുസ്തകത്തിന്റെ ഇടനാഴികളിൽ കാഴ്ചക്കാരിയും കേൾവിക്കാരിയുമായി മാറിയത്.
അവിടെ തന്നെ ആകർഷിച്ചൊരാൾ രഘു. പെട്ടെന്നായിരുന്നു പരിചയപ്പെടൽ. സൗഹൃദം, സംഭാഷണം, മെസ്സേജ്, കോൾ. പിന്നെ എപ്പോഴോ അത് പ്രണയത്തിലേക്ക് കയറുകയായിരുന്നു. രഘു പ്രവാസ ജീവിതത്തിന്റെ അടച്ചിട്ട മുറിയിൽ ജീവിക്കുന്നവൻ. വിവാഹം കഴിക്കാതെ പണ്ടെങ്ങോ മുറിഞ്ഞുപോയൊരു പ്രണയത്തിൽ ഇന്നും ഓർമ്മച്ചീന്തുകളുമായി കഴിഞ്ഞുകൂടുന്ന ഒരാൾ. സംസാരങ്ങൾ, സൗഹൃദങ്ങൾക്ക് അപ്പുറത്തേക്ക് പരസ്പരം നോവുകളും സന്തോഷങ്ങളും പങ്കുവച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ കാലത്തിൽ നിന്നും പ്രണയത്തിന്റെ പൂത്തിരികൾ കത്തിത്തുടങ്ങിയതും പരസ്പരം ഹൃദയങ്ങളിലേക്കും ശരീരങ്ങളിലേക്കും പടർന്നു കയറിയതും പെട്ടെന്നായിരുന്നു. പിന്നെ എപ്പോഴൊക്കെയോ ഒന്ന് നേരിൽ കാണാൻ ഒരുപാട് കൊതിച്ചുകൊണ്ടിരിക്കും. സംസാരങ്ങൾ. കഴിഞ്ഞ തവണ നാട്ടിൽ വന്നപ്പോൾ കാണണമെന്ന് പറഞ്ഞിരുന്നു. എന്നിട്ടും കാണാൻ കഴിഞ്ഞില്ല. തിരക്കുകളുടെ ഇടയിൽപ്പെട്ട് ലീവ് തീർന്ന് തിരിച്ച് പ്രവാസ ലോകത്തേക്ക് തന്നെ മടങ്ങിപ്പോയി. കഴിഞ്ഞ ലീവിന് വന്നപ്പോഴാണ് ഒരു ദിവസം പോസ്റ്റ്മാൻ വന്ന് ഒരു കവർ നീട്ടുന്നുണ്ടായിരുന്നു, ശാലിനി എന്ന അഡ്രസ്സിലേക്ക്. അത് ഞാൻ ഒപ്പിട്ട് വാങ്ങുമ്പോൾ അതിന്റെ മറുവശത്ത് രഘു എന്ന് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. പാക്കറ്റ് തുറന്നു നോക്കിയപ്പോൾ ഒരു പിടി കറുത്ത വളപ്പൊട്ടുകൾ മാത്രം. കുപ്പിവളകളെ ഏറെ സ്നേഹിച്ച എനിക്ക് രഘുവേട്ടന്റെ ആദ്യത്തെ സമ്മാനമായിരുന്നു ഒരു പിടി വളപ്പൊട്ടുകൾ. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ രഘുവേട്ടന്റെ ഫോൺ വന്ന്. ഹലോ, ആ രഘുവേട്ട, പോസ്റ്റ് കിട്ടിയോ? ഞാനൊരു സമ്മാനം കൊടുത്തയച്ചിരുന്നു, കിട്ടി. എന്നിട്ട് അളവ് കറക്റ്റ് ആണോ? എന്താ രഘുവേട്ട പറയുന്നേ? എടി, വളയുടെ അളവ് കറക്റ്റ് അല്ലേന്ന്. അതിന് ഇതിൽ വളകളില്ലല്ലോ. പിന്നെ കുറെ വളപ്പൊട്ടുകൾ മാത്രമല്ലേ? അയ്യോ, ഞാൻ കൊടുത്തയച്ചത് വളകളാണല്ലോ. എന്റെ പൊന്ന് രഘുവേട്ട, ആരെങ്കിലും പോസ്റ്റിൽ വളകൾ കവറിലിട്ട് അയക്കുമോ? പെണ്ണെ, ഞാൻ നേരിട്ട് വരാൻ കഴിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇത്രയധികം ദൂരമൊന്നുമില്ലല്ലോ, ഒന്ന് വന്നിട്ട് പോകാമായിരുന്നില്ലേ? എന്നെ കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? പെണ്ണെ, നല്ലോണം ആഗ്രഹമുണ്ട്, എന്നിട്ടും എന്തേ വന്നില്ല? ഇവിടെ ഞാൻ വിചാരിക്കാത്ത കുറേ തിരക്കുകൾ പെട്ടുപോയി. എന്നെ കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ എല്ലാ തിരക്കും മാറ്റിവെച്ച് വരുമായിരുന്നു. അതല്ല പെണ്ണെ, നിന്നിലേക്ക് ഞാൻ വരുമ്പോൾ ചില തീരുമാനങ്ങൾ എടുക്കാനുണ്ട്. ആ തീരുമാനങ്ങളെ ആരൊക്കെ അനുകൂലിക്കും എന്നോ എന്തൊക്കെ സംഭവിക്കുമെന്നോ എനിക്കോ നിനക്കോ ഇപ്പോൾ പറയാൻ കഴിയില്ല. പിന്നെ നിന്റെ വീട്ടുകാരുടെ സമീപനം എങ്ങനെയാണെന്നും അറിയില്ല. കുറച്ച് കാര്യങ്ങൾ കൂടി എനിക്ക് ഒരുക്കി വെക്കാനുണ്ട്. അതുകൂടി കഴിഞ്ഞാൽ നിന്നിലേക്ക് ഞാൻ പൂർണ്ണമായും വന്നെത്തുന്നതാണ്. എന്നിട്ടെന്താ? പിന്നെ നമ്മുടെ ലോകം മാത്രമായിരിക്കും നമുക്ക്. സത്യമാണോ രഘുവേട്ടായി പറയുന്നത്? സത്യമാണ്. വെറുതെ എന്തെങ്കിലും പറഞ്ഞ് എന്നെ കൊതിപ്പിക്കാൻ നിൽക്കല്ലേ. എന്റെ മനസ്സിലും ചില തീരുമാനങ്ങളുണ്ട്. പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട്. എന്താ? നാളെ കഴിഞ്ഞ് ഞാൻ മടങ്ങുകയാണ്. എന്റെ ലീവ് അവസാനിച്ചോ? ആണോ? ഇത്ര പെട്ടെന്ന് ലീവ് കഴിഞ്ഞോ? അതെ. ഇനി എപ്പോഴാ ഒരു ലീവ് കിട്ടുക? നോക്കട്ടെ, എത്രയും പെട്ടെന്ന് നോക്കണം. ചിലതൊക്കെ ശരിയാക്കാനുണ്ട്. ഇനി വരുമ്പോഴെങ്കിലും എന്നെ കാണാൻ വരുമോ? വരും. ഉറപ്പായും നിന്നെ കാണാൻ ഞാൻ വന്നിരിക്കും. എന്നെക്കുറിച്ച് ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ആരോടും ഇപ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ല. എന്നാലും മാധുവിനോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ. ഗീതയുടെ ഭർത്താവ്. ഞാൻ പോയതിനു ശേഷം അമ്മയോടൊന്ന് പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്താണ് പെണ്ണെ, വീണ്ടും നമുക്ക് കീബോർഡിലൂടെ വീണ്ടിയും പറഞ്ഞും പ്രണയിച്ചും കുറച്ചു കാലം കൂടി മുന്നോട്ട് പോകാം. രഘുവേട്ട, അപ്പോൾ എന്നെ കാണാൻ വരാതെ മടങ്ങി പോവുകയാണല്ലേ? ദേ, പിന്നെയും പെണ്ണ് ചിണുങ്ങുന്നു. സാരമില്ല, പോയി വാ, ഞാൻ ഇവിടെ കാത്തിരിക്കുന്നുണ്ടാവും. ശരി, എന്നാൽ ഇനി പോകുന്നതിന് മുമ്പ് ഞാൻ വിളിക്കാട്ടോ. പിറ്റേന്ന് വിമാനത്താവളത്തിൽ വെച്ച് പോകുന്നു എന്ന് പറഞ്ഞു പോയതാണ്. പിന്നെയും ഫോണിലൂടെയും വിളികളിലൂടെയും പ്രണയസല്ലാപങ്ങളുമായി ദിവസങ്ങൾ അങ്ങനെ. ഇപ്പോഴിതാ രഘുവേട്ടൻ നാട്ടിലേക്ക് വരുന്നു. ഇത്തവണയെങ്കിലും എന്നെ കാണാൻ വരുമായിരിക്കും. മനസ്സിൽ പൂത്തിരികൾ കത്തി, ചിന്തയിൽ നിലാവുദിച്ചു. മനസ്സിന്റെ ഏതോ കോണിൽ മോഹങ്ങൾ പൂത്തുലയുന്നുണ്ട്. അവളുടെ ഉടലാകെ ഒന്ന് കോരിത്തെരിച്ചു. തന്റെ രഘുവേട്ടൻ, താൻ അത്രമേൽ ഇഷ്ടപ്പെടുന്ന, പ്രണയിക്കുന്ന, തന്റേത് മാത്രമായ രഘുവേട്ടൻ ഉത്സവത്തിന് തന്നെ കാണാൻ വരുന്നു. അവൾ ഒന്ന് പൊട്ടിച്ചിരിച്ചു, മിഴികൾ നിറച്ചുകൊണ്ട്. ഇന്നാണ് രഘുവേട്ടൻ നാട്ടിലെത്തുന്നത്. ഇന്ന് വൈകുന്നേരം തന്നെ കാണാൻ വരും. വല്ലാത്തൊരു ഉത്സാഹത്തിലും സന്തോഷത്തിലും ശാലിനി തുള്ളിച്ചാടി പണികൾ ഒതുക്കി. ഇടയ്ക്ക് അമ്മയുടെ ചില ചോദ്യങ്ങൾക്ക് ചിരിച്ചുകൊണ്ട് അവൾ എന്തൊക്കെയോ മറുപടികൾ കൊടുത്തു. വൈകുന്നേരം എല്ലാവരും കാവിലേക്ക് പോകുവാനുള്ള ഒരുക്കത്തിലാണ്. നീളൻ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് ഏത് സാരി ഉടുക്കുമെന്ന ചിന്തയിൽ ശാലിനി ഓരോ സാരികളും മാറി മാറി വെച്ചു നോക്കി. രഘുവേട്ടൻ ഇഷ്ടപ്പെട്ട ഈ കളർ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞു. അവൾ ഒന്നെടുത്തു ഉടുത്തു. കള്ളൻ, സാരിയാണത്ര ഇഷ്ടം. എന്നിട്ടോ സാരി ഉടുപ്പിക്കുകയും പിന്നെ വീഡിയോ കോൾ വിളിക്കുമ്പോൾ ആ സാരിയുടെ തല അങ്ങോട്ട് മാറ്റിക്കേ ഇങ്ങോട്ട് മാറ്റിക്കേ എന്നൊക്കെ പറഞ്ഞ് തന്റെ ഉടലാഴങ്ങളിലേക്ക് പ്രണയത്തിന്റെ ചുംബനങ്ങൾ പതിപ്പിച്ചുകൊണ്ട് തന്നെ നാണിപ്പിക്കും. അവളുടെ ഉടലൊന്നു വിറച്ചു. ചുണ്ടിൽ കള്ളച്ചിരിയും മിഴികളിൽ നാണവും വിരിഞ്ഞു. അവൾ അവളെ തന്നെ കണ്ണാടിയിൽ നോക്കി. ശോ, ഒന്ന് പോ എന്ന് പറഞ്ഞു. നിന്റെ കഴിഞ്ഞില്ലേ ഒരുക്കം? നീ വരുന്നില്ലേ? അമ്മയുടെ ശബ്ദം കേട്ടാണ് അവൾ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നത്.
ദാ കഴിഞ്ഞു അമ്മേ. വീട് പൂട്ടി ഇറങ്ങുമ്പോൾ അമ്മ നടന്നോ? എന്തേ? ഞാൻ ഗീതയുടെ കൂടെ വരാം. ആ, എന്നാ അമ്പലത്തിൽ വെച്ച് കാണാം. തന്റെ കളിക്കൂട്ടുകാരി, അയൽവാസി, രഘുവേട്ടന്റെ കാര്യം അറിയുന്ന ഒരേ ഒരാൾ ഗീത മാത്രമാണ്. രഘുവേട്ടന്റെ വീടിന്റെ അടുത്തേക്കാണ് ഗീതയെ കെട്ടിച്ചു വിട്ടിട്ടുള്ളത്. ഉത്സവം കൂടാൻ വന്നതാണ് അവളും കുട്ടികളും. അപ്പോഴേക്കും ഗീത ഇടവഴിയിലൂടെ വരുന്നുണ്ടായിരുന്നു. തന്നെ കണ്ടതും, അല്ല, ആളൊന്നും മിനുങ്ങിയിട്ടുണ്ടല്ലോ. ഒന്ന് പോടി. മനസ്സിലായി, കാമുകനെ കാണാൻ പോകുന്ന ഒരുക്കങ്ങളല്ലേ. അവളുടെ കയ്യിലൊന്നും നുള്ളി. ഒന്നും മിണ്ടാതിരി പെണ്ണെ. ഇന്ന് വരുമോ? ഉറപ്പാണോ? ഇന്നെത്തും, ഉറപ്പ്. ഇന്നലെയും വിളിച്ചിരുന്നു. രാവിലെ ഇറങ്ങും. വീട്ടിൽ പോയി ഒന്ന് ആളെ കാണിച്ച് വൈകുന്നേരത്തോടെ ഇങ്ങോട്ട് വരാമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. തന്നെ കൂട്ടിക്കൊണ്ടു പോകുമോ? അതൊന്നും പറഞ്ഞിട്ടില്ല. എന്നാലും എന്തൊക്കെയോ പ്ലാൻ മനസ്സിലുണ്ട്. നീ നല്ലവളാണ്. നിന്റെ മനസ്സ് ഭഗവതി കാണാതിരിക്കില്ല. മധുവേട്ടൻ വന്നില്ലേ ഗീതേ? ഇല്ല, കടയടച്ചു വരാമെന്നാണ് പറഞ്ഞത്. കുട്ടികൾ അമ്മയുടെ കൂടെ പോയി. ദൂരെ ഉത്സവത്തിന്റെ മേളം കേട്ടു തുടങ്ങി. വയൽവരമ്പിലൂടെ അവൾ ഒരു പൂമ്പാറ്റയുടെ മനസ്സുമായി നടന്നു നീങ്ങി. തൊഴുതു മടങ്ങി ആൽത്തറയ്ക്ക് അരികിലേക്ക് നടക്കുമ്പോൾ ഗീതയുടെ ഒരു കള്ളച്ചിരി അവളെ നാണിപ്പിച്ച് ചിരി വരുത്തി. സമയം ഇഴഞ്ഞു നീങ്ങി. സന്ധ്യ മാറി. രാത്രി വന്നു. ഇരുട്ടുമൂടി. തണുത്ത കാറ്റ് തന്നെ തഴുകി പോകുന്നു. അവൾ ഫോണിലേക്കും പാതയിലേക്കും മാറി മാറി നോക്കി. എന്താ ഇത്ര നേരമായും ഇനിയും വരാനായില്ലേ? വരുന്നുണ്ടാവും. വിളിക്കാൻ നമ്പറുമില്ലല്ലോ. നാട്ടിലിറങ്ങിയപ്പോൾ അപ്പൊ തന്നെ സിം എടുത്ത് തന്നെ വിളിക്കാമെന്നാണ് പറഞ്ഞത്. ആ, എന്തേലും തിരക്കിലാവും. അതോ വരാതെ തന്നെ പറ്റിക്കുമോ? ഏയ് ഇല്ല, രഘുവേട്ടൻ അങ്ങനെ ചെയ്യില്ല. വരില്ലേ? വരും. സമയം കടന്നുപോയി. ആളുകൾ മടങ്ങി തുടങ്ങി. പെട്ടെന്നാണ് ഗീത ഓടി വരുന്നത് കണ്ടത്. എന്താ ഗീതേ? വാ, നമുക്ക് വീട്ടിൽ പോവാം. ഇല്ല, രഘുവേട്ടൻ ഇപ്പൊ വരും. കുറച്ചുകൂടി കാക്കാം. സമയം കുറേയായി ശാലിനി. അമ്മ അന്വേഷിക്കുന്നുണ്ട്. കുറച്ചുകൂടി നോക്കട്ടെ. വേണ്ട, വാ പോവാം. നീ പോയിക്കോ, ഞാൻ രഘുവേട്ടൻ വന്നിട്ട് വരാം. രഘുവേട്ടൻ വരില്ല, നീ വന്നേ, നമുക്ക് വീട്ടിലേക്ക് പോവാം. അത് പറയുമ്പോൾ ഗീതയുടെ ശബ്ദമൊന്ന് ഇടറിയിരുന്നോ എന്ന് സംശയം. വരില്ലെന്നോ? അതെന്താ അങ്ങനെ പറഞ്ഞത്? ശാലിനി പകച്ചുകൊണ്ട് ഗീതയുടെ മുഖത്തേക്ക് നോക്കി. അതെ, വരില്ല. നീ വീട്ടിലേക്ക് വാ. ഇല്ല, നീ പറ, എന്താ വരില്ലെന്ന് പറയാൻ കാരണം? അത് ഗീതയുടെ തൊണ്ട ഇടറി, ശബ്ദം വിറച്ചു. അത് പറയടി, വീട്ടിൽ പോയി പറയാം. എന്താ കാര്യം? പറയ്. കട പൂട്ടി വരാമെന്ന് പറഞ്ഞ ചേട്ടനെ ഉത്സവത്തിന് ഇനിയും കാണാത്തത് കൊണ്ട് ഞാൻ കുറച്ചു നേരത്തെ വിളിച്ചിരുന്നു. എന്നിട്ട്? അത് അത് പറയടി. എയർപോർട്ടിൽ നിന്ന് വരുന്ന വഴി രഘുവേട്ടൻ സഞ്ചരിച്ചിരുന്ന കാർ ഒരു ആക്സിഡന്റിൽ പെട്ടു. എന്നിട്ടോ? രഘുവേട്ടനൊന്നും പറ്റിയില്ലല്ലോ. അത് വാ, നമുക്ക് വീട്ടിൽ പോയി സംസാരിക്കാം. ഇല്ല, പറ, ഇവിടെ വെച്ച് പറ. ശാലിനിക്ക് തല ചുറ്റുന്നത് പോലെ തോന്നി. രഘുവേട്ടൻ പോയി. ഒരു വെള്ളിടി വെട്ടിയതുപോലെ ശാലിനിക്ക് തോന്നി. ആരോ തന്റെ തലയിലേക്ക് പ്രഹരിക്കുന്നത് പോലെ. കുഴയുന്നു കാലുകൾ, തളരുന്നു ഉടൽ. കേട്ടത് വിശ്വസിക്കാനാവാത്തതുപോലെ മങ്ങിത്തുടങ്ങിയ കണ്ണുകൾ കൊണ്ട് വീണ്ടും ചോദ്യഭാവത്തിൽ ഗീതയെ നോക്കി. സത്യമാണ്, സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ രഘുവേട്ടൻ പോയി. പിന്നെയൊന്നും അവൾ കേട്ടില്ല. മണ്ണിലേക്ക് ഉടൽ കുഴഞ്ഞ് അവൾ വീഴുമ്പോൾ കയ്യിൽ ചുരുട്ടിപ്പിടിച്ച കടലാസ് പൊതിയിൽ നിന്ന് വളപ്പൊട്ടുകൾ ഉതിർന്നു വീണുകൊണ്ടിരുന്നു.